പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആരാധിക്കാൻ തുടങ്ങുമ്പോഴും ദൈവത്തോട് കുറച്ചടുത്ത് വരുമ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോകവും ലോകത്തിന്റെ സംവിധാനങ്ങളും ഒരു ദൈവ പൈതലിന് അനുകൂലമല്ല. ആ ദൈവമകൻ ഇതിനെയെല്ലാം വകഞ്ഞു മാറ്റി ഈ ഒഴുക്കിനെതിരെ ഒഴുകുകയല്ല, ഒഴുക്കിനോടൊപ്പം ഒഴുകുകയല്ല, ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങുമ്പോൾ കുറച്ച് ആയാസപ്പെടേണ്ടി വരും. പക്ഷേ ആയാസപ്പെട്ടെങ്കിലും, ആയാസപ്പെട്ട് പ്രാർത്ഥിച്ചെങ്കിലും, ആയാസപ്പെട്ട് ഉപവസിച്ചെങ്കിലും നിന്റെ സമയം വരും. നിനക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പായുണ്ടോ? ഒരു ബൈബിളും എടുത്ത് മുന്നിൽ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലിരുന്ന് അപ്പാ എന്ന് വിളിച്ച് ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നിനക്കറിയാവോ? അത്രയും നിനക്കറിയാമെങ്കിൽ നിന്റെ ഭവനത്തെ ഒരു ചരിത്രമാക്കി, ഒരത്ഭുതമാക്കി തീർക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രാർത്ഥിക്കുന്നവൻ പരാജയമാകില്ല. പ്രാർത്ഥിക്കുന്നവനെ ഒരു ചരിത്രമാക്കുന്ന ദൈവം ജീവിക്കുന്നു. ദൈവം ഹന്നയ്ക്ക് സാമുവേലിനെ മാത്രമല്ല കൊടുത്ത്, ദൈവം ഹന്നയ്ക്ക് 6 മക്കളെ കൊടുത്തു. 4 ആൺമക്കളും 2 പെൺമക്കളും. വേദപുസ്തക ചരിത്രം വ്യക്തമാക്കുന്നു, ബൈബിളിൽ വായിക്കുന്നു, യഹോവ ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. സാമുവേൽ ജനിച്ചതിന് ശേഷമാണ് 3 പുത്രന്മാരും 2 പുത്രിമാരും കൂടെ ഉണ്ടായത്. അങ്ങനെ 4 പുത്രന്മാരും 2 പുത്രിമാരും 6 മക്കളെ ദൈവം ഹന്നായ്ക്ക് കൊടുത്തു. നിന്റെ ഗർഭപാത്രം അടഞ്ഞുപോയി, നീ മച്ചിയായിരിക്കും അവസാനം വരെ, നീ പ്രാർത്ഥിച്ചിട്ട് എന്തിയെ എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ ആ വീട്ടിൽ പിള്ളേരെയും കൊണ്ട് ദൈവം നിറച്ചു. പരിഹാസിയുടെ മക്കൾ, അവരുടെ പേര് ഈ പുസ്തകത്തിലുണ്ടോ? പെനീനായുടെ കൊച്ചുങ്ങളുടെ പേര് എനിക്ക് ഈ പുസ്തകത്തിൽ കാണിച്ചു തരാമോ? ആ തലമുറ രാമജയം ബോസാഫിന്റെ അതിരുകളിൽ ഒതുങ്ങിപ്പോയപ്പോൾ, പേര് പോലും പരാമർശിക്കപ്പെടാതെ ഒതുങ്ങിപ്പോയപ്പോൾ, സാമുവേൽ ബാലനോ വളരും തോറും ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഫേവർ അവന്റെ മേലുണ്ടായി. ഇസ്രായേലിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഹന്നായുടെ തലമുറയെ ദൈവം ഉപയോഗിച്ചു. I decree and I declare the generational blessings. In the name of Jesus, I release this congregation now. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുന്നു, തലമുറകളുടെ മേളിൽ ഒരു വലിയ ദൈവാനുഗ്രഹത്തിന്റെ കൈമാറ്റം ഉണ്ടാകട്ടെ. പെനീനായുടെ തലമുറകളെ കുറിച്ച് ബൈബിൾ ഒന്നും പരാമർശിക്കാതെ പോയ സാഹചര്യത്തിൽ ഒരൊറ്റ കാര്യം മാത്രമേ ആ തലമുറകളെ കുറിച്ച് പറയുന്നുള്ളൂ. ആ തലമുറ രാമജയം സോഫാമിന്റെ അതിരുകളിൽ വളർന്നു. അതിരുകൾക്കകത്തും മതിൽക്കെട്ടുകൾക്കകത്തും ആ തലമുറ ഒതുങ്ങിയപ്പോൾ ഹന്നായുടെ മകൻ ദാൻ മുതൽ ബർഷേബ വരെ, ഒരു ഭാഗത്ത് പ്രവാചകൻ, മറുഭാഗത്ത് പുരോഹിതൻ, മറുഭാഗത്ത് ന്യായാധിപൻ, മറുഭാഗത്ത് 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചവൻ. പരിശുദ്ധാത്മാവ് ലൈവിൽ കാണുന്ന എന്റെ പ്രിയമുള്ളവരോടും ഈ കൂട്ടായ്മയോടും കൂട്ടത്തോടും അറിയിക്കുന്നു, പ്രാർത്ഥനയുടെ മറുപടി ചെറുതാത്തില്ല. ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആരാധിക്കാൻ തുടങ്ങുമ്പോഴും ദൈവത്തോട് കുറച്ചടുത്ത് വരുമ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോകവും ലോകത്തിന്റെ സംവിധാനങ്ങളും ഒരു ദൈവ പൈതലിന് അനുകൂലമല്ല. ആ ദൈവമകൻ ഇതിനെയെല്ലാം വകഞ്ഞു മാറ്റി ഈ ഒഴുക്കിനെതിരെ ഒഴുകുകയല്ല, ഒഴുക്കിനോടൊപ്പം ഒഴുകുകയല്ല, ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങുമ്പോൾ കുറച്ച് ആയാസപ്പെടേണ്ടി വരും. പക്ഷേ ആയാസപ്പെട്ടെങ്കിലും, ആയാസപ്പെട്ട് പ്രാർത്ഥിച്ചെങ്കിലും, ആയാസപ്പെട്ട് ഉപവസിച്ചെങ്കിലും, ആയാസപ്പെട്ട് ആരാധിച്ചെങ്കിലും നിന്റെ സമയം വരും. സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. 2, ഈ മകൻ ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നു. 3, യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചു. 4, സാഹചര്യങ്ങൾ മുഴുവൻ എതിരായിട്ടും ദൈവകൃപയിൽ ശോഭിച്ചു. 5,
ദൈവജനത്തെ, തൻ്റെ ജനമായ ഇസ്രായേലിനെ ഈ ചെറുപ്പക്കാരൻ ദൈവത്തിലേക്ക് തിരിച്ചു. 6 ഉപവാസവും പ്രാർത്ഥനയും വചനവും ഒന്നും ഇല്ലാത്ത കാലത്ത്, ദൈവവചനം ദുർലഭമായിരുന്ന കാലത്ത്, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരുടെ ഇടയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ജനത്തെ കൂട്ടിവരുത്തി. 7 ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി. 8 വേദപുസ്തകത്തിൽ ഒരേ സമയത്ത് പ്രവാചകനും അതേ സമയത്ത് പുരോഹിതനുമായിരുന്നു. 9 ജീവപര്യന്തം, മരിക്കുന്നത് വരെ ഇസ്രായേലിന്റെ ജഡ്ജായിരുന്നു, ന്യായപാലകനായിരുന്നു. 2 പ്രധാനപ്പെട്ട രാജാക്കന്മാരെ അഭിഷേകം ചെയ്തവനായിരുന്നു സാമുവേൽ. സാമുവേൽ അഭിഷേകം ചെയ്ത ശൗൽ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് സാമുവേലിന്റെ ഭവനത്തിൽ കയറി വന്നവരാണ്. സാമുവേൽ അഭിഷേകം ചെയ്ത ദാവീദ് ആട്ടിടയ ചെറുക്കനായിരുന്നു. പക്ഷെ സാമുവേലിന്റെ പ്രത്യേകത, സാമുവേലിന്റെ മുകളിൽ ദൈവമിട്ട ആ ഡിക്ലറേഷൻ ഗ്രേസ്, അവന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കുകളും നിലത്ത് വീഴാൻ, ഗ്രൗണ്ടിൽ വീഴാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് രാജാവല്ലായിരുന്നു. സാമുവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ശൗലും രാജാവല്ലായിരുന്നു. പക്ഷേ സാമുവേൽ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജാവാകാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ദൈവവചനം കലർപ്പില്ലാതെ ആ കാലഘട്ടത്തിൽ പ്രസംഗിച്ച മനുഷ്യൻ. 12ാമതായി അന്യായമായി പിടിച്ചു വാങ്ങാതെ ഒന്നും സമ്പാദിക്കാത്ത മനുഷ്യൻ. വേദപുസ്തകം 13ാമതായി ബൈബിളിലെ 3 പുസ്തകങ്ങൾ, അതിപ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ ഈ ബൈബിളിൽ രചിച്ച മനുഷ്യൻ. 14 ഫെലിസ്ത്യരുടെ ആധിപത്യം ആ കാലഘട്ടത്തിൽ അവസാനിപ്പിച്ചു. 15 ഇതുപോലെ പ്രവചനാത്മാവിനെ പകരുന്ന, ഇമ്പാർട്ടേഷൻ ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യൻ ബൈബിളിൽ പ്രവചന ശുശ്രൂഷയിൽ വേറെയില്ലായിരുന്നു. 16 മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകനായിരുന്നു സാമുവേൽ. 17 വാർദ്ധക്യം വരെ ജീവിക്കാൻ, വീണു പോകാതെ അവസാനം വരെ ദൈവകൃപയിൽ നിൽക്കാൻ ദൈവം സഹായിച്ച മനുഷ്യനാണ് സാമുവേൽ. പ്രാർത്ഥനയുടെ മറുപടി ചെറുതാകത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മക്കളെ, നീ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളതല്ല, നിനക്ക് മുഴങ്കാലിലിരിക്കാൻ അറിയാവോ? നിനക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പായുണ്ടോ? നിനക്ക് മുഴങ്കാലിരിക്കാൻ അറിയാവോ? ഒരു ബൈബിളും എടുത്ത് മുന്നിൽ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലിരുന്ന് അപ്പാ എന്ന് വിളിച്ച് ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നിനക്കറിയാവോ? അത്രയും നിനക്കറിയാമെങ്കിൽ നിന്റെ ഭവനത്തെ ഒരു ചരിത്രമാക്കി, ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവൻ പരാജയമാകില്ല. പ്രാർത്ഥിക്കുന്നവനെ ഒരു ചരിത്രമാക്കുന്ന ദൈവം